കർമ്മ ന്യൂസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ പ്രഭാതത്തിലെ ആദ്യ വാർത്തയിലേക്ക് പോകാം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വസതിക്ക് സമീപം യുക്രൈൻ ഡ്രോണുകൾ വീണതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് റഷ്യ. യുക്രൈൻ ആസൂത്രിതമായി ഇത് ചെയ്തതാണ് എന്ന് റഷ്യ ആരോപിക്കുന്നുണ്ടെങ്കിൽ പോലും യുക്രൈൻ പ്രസിഡന്റ് ആകട്ടെ ഈ വാദം നിഷേധിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. പുടിന്റെ വടക്കു പടിഞ്ഞാറൻ റഷ്യയിലെ വസതിക്ക് സമീപം വീഴ്ത്തിയ ഡ്രോൺ ആകട്ടെ, അതായത് യുക്രൈൻ ഡ്രോണിന്റെ അവശിഷ്ടങ്ങളുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് എത്തുമെന്നതാണ് അത് തന്നെയാണ് ഇപ്പോൾ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ പുടിനെ വധിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരത്തിൽ ഡ്രോൺ ആക്രമണം നടത്തിയതെന്നും ആരോപണമുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മേൽനോട്ടത്തിൽ അത് തുടരുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. യുക്രൈൻ ഡ്രോണുകളാകട്ടെ നഗരത്തിൽ വീണ സംഭവത്തെ ഭീകരാക്രമണം എന്നാണ് റഷ്യ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പുടിന് നേരെയുള്ള വ്യക്തിപരമായ ആക്രമണമെന്നും ഇതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഡ്രോൺ ആക്രമണ ശ്രമം ഉണ്ടായി എന്ന റിപ്പോർട്ട് അത് കെട്ടിച്ചമച്ചതാണ് എന്നും ഇവിടെ യുക്രൈൻ ആരോപണം ഉന്നയിക്കുകയാണ് ചെയ്തിരിക്കുന്നത്.